പിതാവാം ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്ത് ക്രിസ്തുവിൽ കൂടി നമ്മെ ദത്തുപുത്രന്മാരാക്കി നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശവും ഇഷ്ടവും വെളിപ്പെടുത്തി നമുക്ക് സ്വർഗീയ കനാനാകുന്ന അവകാശവും തന്നു. അതിൽ അവിടുത്തെ രാജ്യത്തിൽ വസിക്കുവാൻ ആവശ്യമായ ഗ്ലോറിയസ് ഗ്രേസ്, മഹത്തമായ കൃപ ഔദാരികമായി ദാനം ചെയ്ത് അവൻ്റെ സ്വന്തം ജനമായി നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. അഗ്രയർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസനീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം കൊടുത്തു എന്ന് റോമർ 4:11 വെളിപ്പെടുത്തുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നവരാണ് മാമോദിസ അഥവാ സ്നാനം പ്രാപിച്ച പുതിയ നിയമ വിശ്വാസി എന്ന് എഫേസ്യർ 4:30 ഉറപ്പിക്കുന്നു. എന്നാൽ വീണ്ടും ജനനത്തിലൂടെ പ്രാപിച്ച മുദ്രയാൽ സ്വർഗരാജ്യത്തിലെ ജീവിതക്രമം പാലിക്കുന്ന ദാസന്മാരെ രക്ഷിക്കുവാനും ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെങ്കിൽ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട് നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. വെളിപ്പാട് 7:3. ഇതേ മുദ്രയാണ് ലോകാവസാനത്തിങ്കൽ സംഭവിക്കുവാനിരിക്കുന്നതിൻ്റെ മുൻകുറിയായി മിസ്രൈമിലും സംഭവിച്ചത്. അതെ, യഹോവ മോശയോട് കൽപ്പിച്ച പ്രകാരം പുറപ്പാട് 12 മിസ്രൈമിൽ വെച്ച് ഇസ്രായേൽ മക്കളുടെ ഭവനങ്ങൾ പെസഹായ്ക്ക് അറുത്ത ആട്ടിൻകുട്ടിയുടെ രക്തം കൊണ്ട് മുദ്രയിട്ടപ്പോൾ സംഹാരദൂതൻ അവരെ കടന്നു പോവുകയും അവരുടെ ആദ്യജാതന്മാർ സംരക്ഷിക്കപ്പെടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഗ്ലോറിയസ് ഗ്രേസ് പരിശുദ്ധാത്മാവിനാൽ പ്രാപിച്ച് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നവരായ നാം ഇനി ജീവിക്കേണ്ടത് സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ ലോകത്തിലെ ദുർനടപ്പ് വിട്ടോടി ദൈവത്തിൻ്റെ ദാനമായി നമ്മിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നമ്മുടെ ശരീരമെന്ന് ഓർത്തുകൊണ്ട് ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാവണമെന്ന് വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.